കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കർഷക കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ അതാത് കാലങ്ങളിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കർഷക വിഭാഗത്തോടുള്ള അവരുടെ എതിരായി സമ്മേളനം നടത്തുന്നു. വ്യത്യസ്തമായ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസിൻ്റെ സമ്മേളനം നടത്തുന്നതെന്നും അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഒരു 4 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാള് ആളിന്റെ കുടുംബം മൊത്തം ഇതിലൊഴിച്ചു പോയി കാണും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ 100 കണക്കിന് കുടുംബങ്ങൾ ഒരു ഗ്രാമം ഒഴിച്ചു പോയതാണ്. ഞാൻ പറയാം, ഇങ്ങനെ ഒരു സമ്മേളനം ഒരു പുറമെ സഹായിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി 3 ഉരുൾപൊട്ടലുകളാണ് സംഭവിച്ചത്. സമീപകാലത്ത് കവളപ്പാറ എന്ന പ്രദേശത്ത് അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടാകുകയും ധാരാളം ജനങ്ങളുടെ, കുഞ്ഞുങ്ങളുടെ, സഹോദരന്മാരുടെ, സഹോദരങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മരണപ്പെട്ട 18 പേരുടെ ഡെഡ് ബോഡികൾ ഇപ്പോഴും കവളപ്പാറയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ദുഃഖസത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് കഴിഞ്ഞുണ്ടായ ഒരു ദുരന്തമാണ് നമ്മുടെ തന്നെ അടുത്ത കോട്ടയം ജില്ലയിൽ കൂട്ടിക്കൽ പ്രദേശത്തുണ്ടായ ദുരന്തം. നമുക്ക് മനസ്സിലാവുന്നത് ഒരു 4 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാള് ആളിന്റെ കുടുംബം മൊത്തം ഇതിലൊഴിച്ചു പോയി കാണും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ 100 കണക്കിന് കുടുംബങ്ങൾ ഒരു ഗ്രാമം ഒഴിച്ചു പോയതാണ്. ഞാൻ പറയാതെ അതിന്റെ ഭീകരാവസ്ഥയും അതിന്റെ ആ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവുമൊക്കെ പലരും ഇങ്ങനെ കയറ്റി അയക്കുന്നുണ്ട്. ഞങ്ങളും ഒരു 2-3 സഹായിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ അവിടുത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളുമൊക്കെ പറഞ്ഞത് ഇവർക്കൊരു പുനരധിവാസത്തിന് സാഹചര്യമൊരുക്കണം, അതാണ് വേണ്ടത്. വേറെ ഒന്നിനും യാതൊരു ക്ഷാമവുമില്ല. അങ്ങനെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദക്ഷിണ കേരള ജമിയത്തുലമ എന്ന തെക്കൻ കേരളത്തിലെ പണ്ഡിത പ്രസ്ഥാനം 11 വീടുകൾ ദക്ഷിണ ഭവൻ എന്ന പേരിൽ അവിടെ നിർമ്മിച്ചു കൊടുത്ത് പരിഹരിച്ചു. അതൊരു വലിയ സാന്ത്വന പ്രവർത്തനമാണ്. ഇപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുമാറുള്ള ഒരു ദുരന്തമാണ് വയനാടിൽ ഉണ്ടായത്. മരണപ്പെട്ടു, ആർക്ക് എന്തെല്ലാം സംഭവിച്ചു, എത്ര കോടി രൂപയുടെ നഷ്ടമാണ് അവിടെ സംഭവിച്ചത് എന്ന് ആർക്കും ഒരു കണക്കെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മരണപ്പെട്ടവരുടെ ഡെഡ് ബോഡികൾ ഇപ്പോഴും വേണ്ടത്ര കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരീരഭാവങ്ങൾ, അവശിഷ്ടങ്ങൾ അവരുടായി ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ഞെടുക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. ഇവിടെ കോവിഡ് ആഘാതമുണ്ടായപ്പോൾ ആദ്യമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. ആരോഗ്യവകുപ്പും പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരും മറ്റ് സഹായങ്ങൾ നൽകുന്നവരൊക്കെ പിന്നെ അതിങ്ങനെ വിട്ടിട്ട് സ്വന്തമായുള്ള പ്രതിരോധത്തിലേക്ക് മാറി. എന്നപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഒരു സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഗവൺമെൻറ്റുകളെ സ്പർശിച്ചതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ഇവിടെ ഇപ്പോൾ ഒരു ഇല അനങ്ങിയാൽ അത് ഈ ലോകം മൊത്തം കാണാൻ കഴിയും. ആ തരത്തിൽ നമ്മുടെ വിരൽക്കൊടിയിൽ ലോകം ഒതുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പടുകൂറ്റൻ മലകളും
പാറക്കെട്ടുകളുമൊക്കെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്താൻ നമ്മുടെ പ്രകൃതി ശാസ്ത്രത്തിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നൊരു ദുഃഖസത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്. കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പ്രകടിപ്പിച്ച ഈ ഭാവനാവിലാസം ഒരു പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇതിന് വിരാമം കണ്ടെത്താൻ കഴിയുകയുള്ളൂ, ഈ ലോകത്ത് സമാധാനം കണ്ടെത്താൻ കഴിയുകയുള്ളൂ, ഈ പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് വയനാടിലെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ സമാധാനത്തിന്, അവരുടെ ആശ്വാസത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ച കർഷക കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയെയും ഇതിൻ്റെ സംഘാടക സമിതിയെയും ബഹുമാനപ്പെട്ട ഭാരവാഹികളെയുമൊക്കെ ഇവിടെ കൂടിയ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കൂടിയ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് വയനാടിലുണ്ടായ ദുഃഖകരമായ ആ സംഭവത്തിൽ നമ്മളൊക്കെ മാനസികമായി ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. അവിടെ യാതന അനുഭവിക്കുന്നവരുടെ യാതനകൾ അകറ്റുവാൻ മരണപ്പെട്ടവരുടെ പേരിൽ, പരുക്കുകളേറ്റവരുടെ പേരിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടവരുടെ പേരിൽ, ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരുടെ പേരിൽ അവർക്കൊക്കെ ഒരു പുനരധിവാസം ഉണ്ടാകുവാൻ, ഒരു നല്ല ഭാവി അവർ കൈവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് ഒരിടത്തും, കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്ത് ഒരിടത്തും ഈ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടുകൂടി ഈ സംഗമത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ച ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എൻ്റെ ശബ്ദം കേട്ട ഓരോരുത്തർക്കും ഹൃദ്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സമാധാനത്തിൻ്റെ അഭിവാദ്യങ്ങൾ. വയനാടിലെ ജനങ്ങൾക്ക് നമ്മുടെ ഐക്യദാർഢ്യം.